റോസ്മേനിയൻ സിസ്റ്റേഴ്സ് സന്യാസിനി സമൂഹത്തിലെ 27 വയസ്സുള്ള സന്യാസാർത്ഥിനെ അന്നപൂരണി തൂങ്ങി മരിച്ച സംഭവത്തിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തി സന്യാസിനി സമൂഹത്തിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ മേരി ഹെലൻ. ഭൂമിയിൽ വിശ്വസ്തതയായി ജീവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്നതിനാൽ താൻ ഈശോയുടെ അടുത്തേക്ക് പോകുന്നു, ഇതെന്റെ സ്വന്തം തീരുമാനമാണെന്ന ആത്മഹത്യാക്കുറിപ്പ് പോലീസ് മൃതദേഹത്തിനടുത്തു നിന്ന് കണ്ടെടുത്തു. തമിഴ്നാട് തിരുപ്പൂർ സ്വദേശിനിയായ അന്നപൂരണി 3 വർഷം മുമ്പാണ് റോസ്മേനിയൻ സിസ്റ്റേഴ്സ് സന്യാസിനി സമൂഹത്തിൽ അംഗമാകാനായി എത്തിയത്. മുമ്പ് മറ്റൊരു സന്യാസിനി സമൂഹത്തിൽ അവർ ചേരുകയും പരിശീലനം പൂർത്തിയാക്കാതെ തിരിച്ചു വീട്ടിലേക്ക് പോവുകയും ചെയ്തിരുന്നു. പിന്നീട് ഏതാനും വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ എത്തിച്ചേർന്നതെന്ന് സന്യാസിനി സമൂഹത്തിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ മേരി ഹെലൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ചുരുക്കം ചിലരോട് മാത്രം അടുത്തിടപഴകുകയും ചെയ്യുന്ന പ്രകൃതമായിരുന്നു അന്നപൂർണിയുടേത്. ആൾക്കൂട്ടത്തെ അഭിമുഖീകരിക്കാൻ മടി കാണിച്ചിരുന്ന സന്യാസാർത്ഥിനെ എല്ലാവരിൽ നിന്ന് അകന്നു കഴിയാനാണ് കൂടുതലും ഇഷ്ടപ്പെട്ടിരുന്നത്. എങ്കിലും സന്യാസ പരിശീലന കാലഘട്ടത്തിൽ തന്റെ രീതികളിൽ മാറ്റം വരുത്താൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസം അവർ പ്രകടിപ്പിച്ചിരുന്നു. പരിശീലനത്തിന്റെ ഭാഗമായി ആന്ധ്രാപ്രദേശിലായിരുന്ന അന്നപൂർണി 1 മാസം മുമ്പാണ് തിരികെ കേരളത്തിൽ എത്തിയത്. തുടർന്ന് ചെറിയതുറയിലെ കോൺവെന്റിലായിരുന്നു അവർ. താൻ മുമ്പുണ്ടായിരുന്ന വെട്ടുതുറയിലെ കോൺവെന്റിലേക്ക് പോകണമെന്ന് നിർബന്ധം പിടിക്കുകയും സുപ്പീരിയേഴ്സ് അതിനെ അനുവദിക്കുകയും ചെയ്തിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ തനിക്ക് സന്യാസ പരിശീലനം തുടരാൻ കഴിയില്ലെന്ന ആശങ്ക ചില സഹസന്യാസിനിമാരോട് അന്നപൂർണി പങ്കുവച്ചിരുന്നു. എന്നാൽ തിരികെ ചെന്നാൽ വീട്ടുകാർക്ക് ബാധ്യതയാകുമെന്ന ചിന്തയും ഇടയ്ക്കിടെ അവർ പറയുമായിരുന്നു. ഇത്തരം സംസാരങ്ങൾ ആവർത്തിച്ചതിനാൽ സുപ്പീരിയർ അവളുടെ വീട്ടുകാരുമായി പലപ്പോഴായി സംസാരിക്കുകയുണ്ടായി. ഒരു മുൻ സന്യാസിനു കൂടിയായ ജ്യേഷ്ഠ സഹോദരിയോട് അവളെ വന്നുകൊണ്ട് സംസാരിക്കുവാൻ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ പലപ്പോഴായി സുപ്പീരിയർമാർ ആവശ്യപ്പെടുകയുണ്ടായിട്ടുണ്ട്. തന്റെ ചേച്ചി കാണാൻ വരുന്നതായി 2 ദിവസം മുമ്പ് അന്നപൂർണി സഹസന്യാസിനിമാരോട് പറയുകയുണ്ടായിരുന്നു. ഫെബ്രുവരി 26 ഞായറാഴ്ചയും പതിവ് പോലെ മറ്റു സന്യാസിനിമാരോടൊപ്പം സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കെടുത്ത ശേഷമാണ് അന്നപൂരണി ഉറങ്ങാനായി റൂമിലേക്ക് പോയത്. സ്വയം ജീവനൊടുക്കാൻ മാത്രമുള്ള മാനസിക ബുദ്ധിമുട്ടുകളുള്ളതായി മറ്റുള്ളവർക്ക് തോന്നിയിരുന്നില്ല. സിസ്റ്റർ അന്നപൂരണി മരിച്ചതായി കണ്ടപ്പോൾ ഉടൻ തന്നെ സന്യാസിനിമാർ പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തിരുന്നു. അവരുടെ അന്വേഷണത്തിൽ സിസ്റ്റർ അന്നപൂരണി സ്വന്തം കൈപ്പടയിൽ തമിഴിലെഴുതിയ കുറിപ്പ് കണ്ടെടുക്കുകയുണ്ടായി. ഭൂമിയിൽ വിശ്വസ്തതയായി ജീവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്നതിനാൽ ഞാൻ ഈശോയുടെ അടുത്തേക്ക് പോകുന്നു, ഇതെന്റെ സ്വന്തം തീരുമാനമാണ്, ഇതിന്റെ പേരിൽ ആരെയും കുറ്റപ്പെടുത്തരുത്, അമ്മ എന്നോട് ക്ഷമിക്കണമെന്നായിരുന്നു ആത്മഹത്യാക്കുറിപ്പിലെ വാചകങ്ങൾ. സിസ്റ്റർ അന്നപൂർണയുടെ വേർപാടിൽ അതിയായ ദുഃഖവും വേദനയും രേഖപ്പെടുത്തുകയും പരേതയുടെ ആത്മാവിനു വേണ്ടി പ്രാർത്ഥിക്കുകയും കുടുംബാംഗങ്ങളോടും ബന്ധുമിത്രാദികളോടും അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നുവെന്നും സന്യാസിനി സമൂഹത്തിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ മേരി ഹെലൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി.